മന്ത്രി എം.ബി. രാജേഷിനെ ഒതുക്കാൻ നീക്കവുമായി CPIM-ന്റെ സംസ്ഥാന നേതൃത്വം ഒരു പദ്ധതി ഇട്ടിരിക്കുകയാണ്. മുഹമ്മദ് റിയാസുമായി നേരിട്ട് കൊമ്പ് കോർക്കുന്ന ഏക വ്യക്തി എന്ന ഖ്യാതിയാണ് ഇപ്പോൾ മന്ത്രിയായ എം.ബി. രാജേഷ് പിടിച്ചെടുത്തിരിക്കുന്നത്. പാർട്ടി ഇപ്പോൾ രണ്ട് തട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ ലോബിയും പാലക്കാട് ലോബിയും. പാലക്കാട് ലോബി നിയന്ത്രിക്കുന്നത് എം.ബി. രാജേഷും അളിയൻ നിതിൻ കണിച്ചേരിയുമാണ്. ഇരുവരും ചേർന്ന് CPIM-ൽ ഒരു അനൗദ്യോഗിക വിഭാഗം തീർക്കുകയാണ്. എങ്ങനെയാണോ പണ്ട് VS അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ ശക്തമായി നീങ്ങിയിരുന്നത്, അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ് എം.ബി. രാജേഷ്. നമുക്കറിയാം, അദ്ദേഹം 10 കൊല്ലം പാലക്കാട് MP ആയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടുകൾക്ക് VK ശ്രീകണ്ഠനോട് തോറ്റ് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിൽ VT ബൽറാമിനെ തൃത്താലയിൽ തോൽപ്പിച്ച് സ്പീക്കറാവുന്നത്. എന്നാൽ സ്പീക്കർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ മാറ്റി മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് വലിയ സൗഭാഗ്യം തന്നെയാണ്. അതും MV ഗോവിന്ദൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്നാണ് മന്ത്രിസ്ഥാനം എം.ബി. രാജേഷിലേക്ക് കൈവന്നത്. അങ്ങനെ AN ഷംസീർ എന്ന നിയമസഭയിലെ തന്നെ CPIM-ന്റെ ഏറ്റവും വലിയ പാർട്ടിയുടെ വിവാദ പോരാളി അങ്ങനെ CPIM-ന്റെ ഒത്താശയോടുകൂടി സ്പീക്കർ സ്ഥാനത്തെത്തി. അതോടുകൂടി ഷംസീർ എല്ലാവർക്കും പ്രിയങ്കരനാകാൻ വേണ്ടി ചില പൊടിക്കൈകളൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോഴിതാ മുഹമ്മദ് റിയാസിനെ ഒതുക്കാൻ എം.ബി. രാജേഷ് കൃത്യമായി നീങ്ങുന്നുണ്ട്. എം.ബി. രാജേഷിന്റെ ഭാര്യയുടെ പേര് നിനിത കണിച്ചേരി എന്നാണ്. അവിടുത്തെ ലോക്കൽ ലീഡറായ റഷീദിന്റെ മകളെയാണ് എം.ബി. രാജേഷ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസ് വിവാഹം കഴിച്ചിരിക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ തൈക്കണ്ടിയിലെയാണ്. അപ്പോൾ ഇരുവർക്കും ഒരു മതേതര മുഖമുണ്ട്, ഒരു സെക്കുലർ മുഖമുണ്ട് എന്ന് പാർട്ടി വിശ്വസിക്കുകയാണ്. അതായത് ഇരുവരുടെയും കുടുംബ പശ്ചാത്തലം നോക്കിയാൽ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പരസ്പരം പോർവിളിക്കാനും ഏറ്റുമുട്ടാനും ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഭൂരിപക്ഷത്തിനിടയിലും വലിയ സ്വാധീനം അവരവരുടേതായ കാരണങ്ങൾ പറഞ്ഞുണ്ടാക്കിയെടുക്കാം എന്ന വിചാരമുണ്ട്. എം.ബി. രാജേഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് ഈ അടുത്ത സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ രീതിയിൽ പ്രയത്നിച്ച കാര്യത്തിൽ തൻ്റെ പേര് പോലും പരാമർശിക്കാതെ പോസ്റ്ററിലെല്ലാം അമ്മായിയപ്പൻ്റെയും മരുമകൻ്റെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അച്ചടിച്ചതിനെയാണ് പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഏതായാലും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. എം.ബി. രാജേഷിന് അടുത്ത സീറ്റ് പോലും നൽകാൻ CPIM ഒരുപക്ഷെ മടിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ വരില്ല. കാരണം എം.ബി. രാജേഷിന് സീറ്റ് നിഷേധിക്കാൻ മാത്രം സംസ്ഥാന കമ്മിറ്റിയിൽ ആർക്കും കഴിയില്ല. മുഹമ്മദ് റിയാസിനെ തൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ എം.ബി. രാജേഷ് അതിന് വഴങ്ങിക്കൊടുക്കില്ല. അത് 100 തരമാണ്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി അമ്മായിയപ്പ എന്ന് തന്നെയാണ് എം.ബി. രാജേഷ് പിണറായിയുടെ മുഖത്ത് നോക്കി പറയാൻ ശ്രമിക്കുന്നത്.